സംസ്ഥാന കോൺഗ്രസിന് മിന്നൽ പ്രഹരമായി ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേറെ പണി നോക്കും. താൻ നേതൃസ്ഥാനത്തിന് യോഗ്യനാണ്. സ്വതന്ത്ര സർവേകളിൽ തനിക്കാണ് മേൽക്കൈ. സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ലെന്ന പരാതി പ്രവർത്തകർക്കുണ്ടെന്നും ശശി തരൂർ പ്രതികരിച്ചു. അതേസമയം തരൂരിന് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കേരളത്തിൽ കോൺഗ്രസിന് ഒരു കാലത്തും നേതൃക്ഷാമം ഇല്ലെന്ന് കെ മുരളീധരന്റെ മറുപടി. ഇവിടെ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ആളുകൾ ഉണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോലെ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇനി മൂന്നാമത് വരാൻ കഴിയില്ല. കാരണം അത്രയേറെ ജനരോഷം ശക്തമായിരിക്കുക. അതിപ്പോൾ ആര് വിചാരിച്ചാൽ അതിപ്പോൾ എല്ലാവരേക്കാൾ നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായിൻ്റെ മൂന്നാം വരവ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. തരൂർ കോൺഗ്രസിന് അനിവാര്യരെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 4 തവണ MP ആക്കിയതും മന്ത്രിയാക്കിയതുമെല്ലാം തരൂർ പാർട്ടിയിൽ തുടരാൻ അനിവാര്യൻ ആയതുകൊണ്ടെന്ന് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യം. അന്ന് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അത് UN നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ഒരു പാർട്ടിക്ക് അത് അദ്ദേഹത്തെ പോലെ ആൾ വരുന്നത് നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അത് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിരം സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ശശി തരൂരിന്റെ പ്രസ്താവനകളെ പിന്തുണച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. കോൺഗ്രസിൽ നേതൃശൂന്യതയെന്ന തരൂരിന്റെ പ്രസ്താവന വസ്തുതയാണെന്നും തരൂരിനെ വില കുറച്ചു കാണരുതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കോൺഗ്രസ് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. നടപടിയെടുക്കാൻ നിർബന്ധിതരാകുമോ കോൺഗ്രസ്? അതെല്ലാം കോൺഗ്രസ് തീരുമാനിക്കേണ്ടിയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, ഇക്കുറി ഏതായാലും ശശി തരൂർ വളച്ചുകെട്ടില്ലാതെ, നിഘണ്ടുവിലെ വലിയ പദപ്രയോഗങ്ങളൊന്നുമില്ലാതെ കൃത്യമായി കാര്യം പറഞ്ഞിരിക്കുകയാണ്. നേതൃപദവിയിലേക്ക് തനിക്ക് വരണം എന്ന കാര്യം. ഇത് കോൺഗ്രസിൽ ഏത് തരത്തിലുള്ള പുകിലായിരിക്കും സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാക്കുക? കോൺഗ്രസിൽ തരൂരിനെതിരെ ഒരു വികാരം നേതാക്കൾക്കിടയിലുണ്ട്. അത് ശക്തമാക്കുന്ന തരത്തിലേക്കുള്ള കൃത്യമായ പ്രതികരണം തന്നെ തരൂർ നടത്തി എന്ന് തന്നെ പറയാം. കാരണം പൊതുസമ്മതിയുള്ള തന്നെ പോലുള്ള നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചില്ലെങ്കിൽ UDF-ന് കോൺഗ്രസിന് 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന മുന്നറിയിപ്പാണ് തരൂർ നൽകിയിരിക്കുന്നത്. പുതിയ വോട്ടർമാരെയും നിഷ്പക്ഷ വോട്ടർമാരെയും പരമ്പരാഗത വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് മാത്രമേ കേരളത്തിൽ ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ, കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു നേതാവിന്റെ അഭാവം കേരളത്തിൽ ഉണ്ട് എന്നാണ് വളരെ കൃത്യമായിട്ട് തരൂർ പറഞ്ഞു വെക്കുന്നത്. അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ താൻ 4ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യം ഈ തരത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ നിന്ന് പോലും തനിക്ക് വോട്ട് ലഭിച്ചു. അത്തരം ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം 2026-ൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂ എന്നാണ് തരൂർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇത് തന്റെ മാത്രം ഒരു വിലയിരുത്തൽ അല്ല. തന്നോട് മറ്റ് ഘടകകക്ഷികളിലെ UDF ഘടകകക്ഷികളിൽ പലരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരിൽ ഇത് വികാരം ശക്തമാണ്. അത്തരമൊരു ജനസ്വാധീനമുള്ള നേതാവിന്റെ അഭാവം കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകുന്നു. ഇത്തരത്തിൽ തനിക്ക് തന്നെ ആ രീതി പരിഗണിക്കുന്നില്ല എങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് നോക്കാൻ.
തനിക്ക് പുസ്തകങ്ങൾ എഴുതാനും പ്രസംഗങ്ങൾ നടത്താനും ഒക്കെയുള്ള ഇൻവിറ്റേഷൻസുകൾ അത് രാജ്യത്തിനകത്തും പുറത്തുനിന്നും ലഭ്യമാകുന്ന ഒരാളാണ്. താൻ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യപ്പെടും, ഈ പാർട്ടി വിട്ട് മറ്റു വഴികൾ തേടും. പക്ഷെ അപ്പോൾ മറ്റു പാർട്ടിക്ക് പോകുന്ന താൻ പെട്ടെന്ന് ആലോചിക്കുന്നില്ല എങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. താൻ രണ്ടും കൽപ്പിച്ചാണ് താൻ വ്യക്തമാക്കുന്നതാണ് തരൂരിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് താൻ ലക്ഷ്യം വെക്കുന്നത്. അത്തരമൊരു പരിഗണന തനിക്കിവിടെ ലഭിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് തരൂർ ഈ അഭിമുഖത്തിൽ. ലക്ഷ്മി, ഏതായാലും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഒരു പേര് കൂടി, ഒരു മുഖം കൂടി കൂടുതൽ ശക്തമായി ആ ഒരു മത്സര രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. മഹേഷ് ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.